ഷുഗർ സ്പൈക്ക് ഡയബറ്റിക് ആയിട്ടുള്ള രോഗികൾക്ക് അവർ കൃത്യമായിട്ട് മരുന്ന് കഴിച്ചില്ലെങ്കിൽ എക്സസൈസിലും ഡയറ്റിലും ശ്രദ്ധിച്ചില്ലെങ്കിൽ പെട്ടെന്ന് ഷുഗർ കൂടുന്നത് എങ്ങനെ മനസ്സിലാക്കാം? പലപ്പോഴും അൺഎക്സ്പ്ലെയിൻഡ് ആയിട്ടുള്ള ഒരു ക്ഷീണം, ഫറ്റീഗ്, ചിലപ്പോൾ ചിലർക്ക് വയറ് വേദനയായിട്ട് കൂടുതലായിട്ട് സ്വെറ്റ് ചെയ്യുക, നമുക്ക് എന്തോ ഒരു അസുഖമുള്ളതുപോലെ ഒരു ഫീലിംഗ് ഉണ്ടാവുക, ഒരുപാട് ദാഹം തോന്നുക, ഒത്തിരി വെള്ളം കുടിക്കണമെന്ന് തോന്നുക, ഡ്രൈ മൗത്തായിട്ട് ഫീൽ ചെയ്യുക, വീണ്ടും വീണ്ടും മൂത്രം ഒഴിക്കാൻ തോന്നുക, അരമണിക്കൂർ ഇടവിട്ട് വീണ്ടും മൂത്രം ഒഴിച്ച് പോവുക. അതേപോലെ ചിലർക്ക് ഈ കണ്ണുകളിൽ ഇരുട്ട് കയറുന്നത് പോലെ അൺഇൻറ്റൻഷണൽ ആയിട്ടുള്ള, നമ്മൾ വിചാരിക്കാതെ തന്നെ വെയിറ്റ് കുറഞ്ഞു പോവുക, മസിൽ ലോസ് ഉണ്ടാവുക. ഫാറ്റ് കുറഞ്ഞു പോകുന്നതാണെങ്കിൽ അത് നല്ലതാണ്, പക്ഷേ വെയിറ്റ് കുറഞ്ഞു പോകുന്നത് ഒരിക്കലും ഹെൽത്തി ആയിട്ടുള്ള മസിൽ ലോസ് ആയിട്ട് വരുന്നത് കറക്റ്റല്ല. അപ്പോൾ ഇങ്ങനെയുള്ള ലക്ഷണങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഷുഗർ, HbA1c ലെവൽ, ഓറൽ GTT ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ് നോക്കുക. അത് കൂടുതലുണ്ടെങ്കിൽ അതിന് കൃത്യമായിട്ട് മരുന്നെടുക്കണം. ഇങ്ങനെ ഒരുപാട് ഷുഗർ കൂടിയിരിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് കുറയ്ക്കാനായിട്ട് ഇൻസുലിൻ കൊടുത്തേ മതിയാവുള്ളൂ. അപ്പോൾ ഇൻസുലിൻ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ ഹോർമോണാണ്. അത് ആവശ്യത്തിന് ഉൽപ്പാദിപ്പിക്കാതെ വരുന്നതോ ഇൻസുലിൻ റെസിസ്റ്റൻസ് മൂലം നമ്മുടെ കോശങ്ങൾക്ക് അത് ഉപയോഗിക്കാൻ പറ്റാതെ വരുന്നതുകൊണ്ടോ ഇതുപോലെ ഇങ്ങനെ ഷുഗർ കൂടുന്നതായിട്ട് കാണാറുണ്ട്. അപ്പോൾ നന്നായിട്ട് വെള്ളം കുടിക്കുക എന്നുള്ളതാണ് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന പ്രധാനപ്പെട്ട കാര്യം. ഷുഗർ സ്പൈക്ക് ഫ്ലക്ച്വേറ്റ് ചെയ്യാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ ആരെങ്കിലും റിലേറ്റീവ്സ് ഉണ്ടെങ്കിൽ ഡയബറ്റിക് രോഗികൾക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക.